നഗരം അക്ഷരാർത്ഥത്തിൽ യാഗശാലയാകുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. അത്തരത്തിൽ പണ്ടാരടുപ്പിൽ തീ പകർന്നതോടുകൂടി ഇവിടെ നഗരങ്ങളിൽ ഒരുക്കിയിരിക്കുന്ന പൊങ്കാല അടുപ്പുകളിലേക്കും തീ പകർന്നു കഴിഞ്ഞു. ഇതോടെ നഗരം യാഥാർത്ഥ്യത്തിൽ യാഗശാലയായി എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. അത്തരത്തിൽ വിശ്വാസികൾ അവരുടെ ഒരു വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഇഷ്ടദേവിയായ ഇഷ്ടമൂർത്തിയായ ആറ്റുകാൽ ദേവിക്ക് വേണ്ടി പൊങ്കാല അർപ്പിക്കുന്നത്. അതിനുള്ള ഈ പൊങ്കാല നിവേദിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയും ആരംഭിച്ചു കഴിഞ്ഞു. വലിയ രീതിയിലാണ് നേരത്തെ തന്നെ വലിയ രീതിയിൽ വലിയ ആഘോഷത്തോടെയാണ് വിശ്വാസികൾ ആറ്റുകാൽ പൊങ്കാല അർപ്പിക്കാൻ വേണ്ടി ഇവിടെ ഈ നഗരത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഇത്തരത്തിൽ അടുപ്പ് കൂട്ടുകയും മറ്റും ചെയ്തിട്ടുണ്ടായിരുന്നത്. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗത്തു നിന്നുള്ള സ്ത്രീജനങ്ങളാണ് ഈ സ്ഥലങ്ങളിലൊക്കെ തന്നെയും പൊങ്കാല അർപ്പിക്കാൻ വേണ്ടി ഈ തിരുവനന്തപുരം നഗരത്തിലെത്തിയത്. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു ആഘോഷമായി തന്നെയാണ് ആറ്റുകാൽ പൊങ്കാല വിശ്വാസികൾ എടുത്തിട്ടുള്ളത്. പൊങ്കാല പായസം നിവേദിക്കുന്നവരുണ്ട്. അതിനൊപ്പം തന്നെ മറ്റ് പലഹാരങ്ങളൊക്കെ തന്നെയും ദേവിക്ക് നിവേദിക്കുന്ന വിശ്വാസികൾ ഉണ്ട്. നഗരം അക്ഷരാർത്ഥത്തിൽ നമുക്ക് ദൃശ്യങ്ങൾ നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും. അത്തരത്തിൽ നഗരം അക്ഷരാർത്ഥത്തിൽ യാഗശാലയാകുന്ന ഒരു കാഴ്ച അത് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ വിവിധ രീതിയിലുള്ള ക്രമീകരണങ്ങൾ, ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ തന്നെയും വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ ഈ പൊങ്കാല അർപ്പിക്കുന്ന വിശ്വാസികൾക്ക് ജനങ്ങൾക്ക് നൽകുന്നുണ്ട്. അത്തരത്തിൽ പൊങ്കാല അതിൻ്റെ പണ്ടാരടുപ്പിൽ തീ പകർന്നതോടുകൂടി പൊങ്കാല ആരംഭിച്ചു എന്ന് തന്നെ പറയാം.